ഹലോ, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നെങ്കിൽ പാലപ്പം അല്ലെങ്കിൽ ഇതുപോലുള്ള വെള്ളയപ്പമൊക്കെയാണല്ലോ തയ്യാറാക്കുന്നത്. ഇത്തവണ ഈസ്റ്ററിന് ഞാൻ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിലേക്ക് കള്ളോ അതുപോലെ തേങ്ങാവെള്ളം പുളിപ്പിച്ചതോ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്കും തയ്യാറാക്കണ്ടേ? അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ 240 ml കപ്പിലാണ് ഞാൻ അരി അളന്നെടുത്തിട്ടുള്ളത്. 1.25 കപ്പ് പച്ചരിയാണ് ഇവിടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 3-4 പ്രാവശ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. പച്ചരിയുടെ പശപ്പെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഇത് പച്ചരി ഇട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി അരയ്ക്കുന്നത് ഇത് വളരെ വൈകിട്ടാണ്, ഒരു 7 മണിക്കാണ് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കട്ടിയായി പോകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. ചില സ്ഥലങ്ങളിലല്ല ഇതിന് കപ്പി കാച്ചാന്നൊക്കെ പറയും. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് കുറുക്കിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം. ഇത് തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിവിടെ അരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതൊരു 6:30-7 മണി വൈകിട്ടാണ് ഇത് അരയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ പച്ചരി കുതിർത്തിയ വെള്ളം ഞാൻ അരയ്ക്കാനായിട്ട് എടുക്കുന്നില്ല. ആ വെള്ളം മാറ്റി കളഞ്ഞ ശേഷം അരി മാത്രമായിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരൊറ്റ ട്രിപ്പിന് അരയ്ക്കാനുള്ള അരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മുഴുവനായിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ചേർത്താൽ നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ തേങ്ങ ചിരകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ കറുത്ത ഭാഗം പെടാതെ വേണം ചിരകിയെടുക്കാൻ. ഇനി നമ്മൾ കുറുക്കി വെച്ചില്ല ആ പച്ചരി ഉണ്ടല്ലോ, ആ തണുത്തത് അത് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോറ്, അതായത് 2 ടേബിൾ സ്പൂൺ മാത്രം ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം മതി. ഞാൻ ഇതിൻ്റെ എല്ലാ അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഇവിടെ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് എനിക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വലിയൊരു പാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ചിലപ്പോൾ ഇത് ഫെർമെൻ്റായിട്ട് ചെറിയ പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വളരെയധികം മോശം, അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്സിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അത്രയും മാവ് കൊള്ളുന്ന ഒരു പാത്രം വേണം നിങ്ങൾ മാവ് എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളക്കൊന്നും വേണ്ട, മൂടി ഇത് രാത്രി മുഴുവനും ഫെർമെൻ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ നല്ല പോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മാവ്. വെറും ഈസ്റ്റ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. അതിൻ്റെ ആ ബബിൾസ് ഒന്നും പെട്ടെന്ന് വല്ലാതെ അങ്ങ് കളയാതെ ചെറുതായിട്ടൊന്ന് ഇളക്കും വേണം. അതേസമയം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തും വേണം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അപ്പം ചൂടാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഓരോ തവിയായിട്ട് കോരി ഒഴിക്കാം. കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കണം. അതായത് ഹൈ ഫ്ലെയിം അല്ല, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മളിത് അപ്പം ചുട്ടെടുക്കുമ്പോഴേക്കും ഇതുപോലെ ഹോൾസ് വരും. അപ്പോൾ നല്ല പോലെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് മൂടി വെച്ചാലും മതി. ഞാനിവിടെ മൂടി വയ്ക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാ ഭാഗത്തും നല്ല പോലെ ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അധിക നേരമൊന്നും തിരിച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങോട്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ് കേട്ടോ, പഞ്ഞി പോലത്തെ അപ്പമാണ്. അപ്പോൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ.
പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒന്ന് ആ അളവിൽ നിങ്ങളൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കുക. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ അളവിൻ്റെ എല്ലാം ഇരട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കള്ളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും ഈസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കപ്പി കാച്ചിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.